ഹലോ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല പൂത്തിങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന സൂര്യകാന്തിയാണ് കേട്ടോ. നല്ല ഭംഗിയല്ലേ കാണാൻ, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു ഫ്ലവർ അല്ലേ സൂര്യകാന്തി. നല്ല ഭംഗിയിൽ നല്ല വലിയ പൂവാണ്. അപ്പോൾ എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് അത്രയും അട്രാക്റ്റീവായിട്ട് ആ ഒരു മഞ്ഞ ഫ്ലവർ കാണുമ്പോൾ നല്ല രസമല്ലേ, ഭയങ്കര പോസിറ്റീവായിട്ടൊരു എനർജി തരുന്ന ഒന്നാണ് ഈ ഒരു സൂര്യകാന്തി എന്ന് പറയുന്ന ഒരു വാർഷിക സസ്യമാണ് സൂര്യകാന്തി. ഇവയുടെ പൂവിൻ്റെ തണ്ട് 3 മീറ്റർ ഉയരത്തിൽ വരെ വളരാറുണ്ട്. 30 സെൻറ്റിമീറ്റർ വരെ വ്യാസത്തിൽ കാണപ്പെടുന്ന പൂവിൽ വലിയ വിത്തുകളൊക്കെ കാണാൻ പറ്റും. ജന്മദേശം എന്ന് പറയുന്നത് അമേരിക്കയാണ്. അങ്ങനെ അമേരിക്ക ജന്മദേശമായിട്ടുള്ള ഈ ഒരു സസ്യത്തിൻ്റെ കുടുംബം ആസ്റ്ററാസിയെ ആണ്. എണ്ണയോടൊപ്പം അമേരിക്കയിൽ നിന്നും 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലേക്ക് സൂര്യകാന്തി വിത്തുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. സൂര്യകാന്തി പാചക എണ്ണ വരെ പ്രചാരം നേടിയതാണ്. നാരുകൾ കൂടുതലുള്ളത് കൊണ്ട് പേപ്പർ നിർമ്മാണത്തിനും കാലിത്തീറ്റ മിശ്രിതമായിട്ടും ഒക്കെ സൂര്യകാന്തി ഇലകൾ ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ വേര്, വിത്ത്, തൈലം, ഇല എന്നിവയൊക്കെ ഔഷധ യോഗ്യമായ ഭാഗങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഭക്ഷ്യ എണ്ണയുടെ ഉൽപ്പാദനത്തിലും വാണിജ്യ അടിസ്ഥാനത്തിലും വളർത്തുന്ന പുഷ്പമാണ് സൂര്യകാന്തി. ഇവയുടെ വിത്തുകൾ ഉപ്പ് ചേർത്തോ ചേർക്കാതെയോ വറുത്ത് കടകളിലൊക്കെ ലഭ്യമാണ്. അപ്പം നല്ല ഭംഗിയായിട്ട് പോസിറ്റീവ് എനർജി തരുന്ന ഒരു പൂവാണ് കേട്ടോ ഈ ഒരു സൂര്യകാന്തി എന്ന് പറയുന്നത്. ഇത്രയും വലിപ്പത്തിലുള്ള ആ ഒരു പൂവ് നമ്മുടെ വീട്ടുമുറ്റത്ത് അലങ്കാര സസ്യമൊക്കെ ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയാൽ ഒരുപാട് ഗുണങ്ങളാണ് കേട്ടോ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ ബൈ.